അപ്പോൾ പതിവ് പോലെ ബ്രേക്ക്ഫാസ്റ്റ് അസ്വാനിൽ അസ്വാനിൽ നിന്ന് ലെക്സോറിലേക്കാണ് ഇനി പോണത്. ലെക്സോർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈജിപ്ഷ്യൻ്റെ ടെമ്പിളുകളുടെ നഗരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരാതന ക്ഷേത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സെമി സിറ്റി സെമി വില്ലേജ്, അങ്ങനെ രണ്ടും ഇടകലർന്നൊരു സ്ഥലം. അപ്പോൾ പോണ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും മറ്റേ ഈ കൃഷി കാര്യങ്ങളൊക്കെ ഉള്ള കൃഷി നിലങ്ങളുടെ ഇടയിൽ കൂടെ ഉള്ളൊരു യാത്ര. ഇവിടുത്തെ മെയിൻ കൃഷി എനിക്ക് കാണുന്നത് കരിമ്പ് എന്നാണ് ഈ ഭാഗത്ത് കൂടുതൽ കാണുന്നത്. പിന്നെ കോണ് കാണുന്നുണ്ട് ഇടയ്ക്ക്, കരിമ്പ് ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വില്ലേജുകളിൽ കൂടെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കണാർക്ക് ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ലെക്സോറിലെ മെയിൻ ഒരു അമ്പലമാണ് കണാർക്ക്. അപ്പോൾ കണാർക്കിൻ്റെ എൻട്രി ഫീസ് 1200 ഈജിപ്ഷ്യൻ പൗണ്ട് അല്ലേ? 1800. അപ്പോൾ ഏകദേശം ഒരാൾക്ക് ഒരു $12 വെച്ച് വരും. സ്റ്റുഡൻസിനെ കൂടെ കൺസെഷൻ ഉണ്ട്. അപ്പോൾ പോകുമ്പോൾ സ്റ്റുഡൻസിൻ്റെ ID കാർഡൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ കാർഡ് എടുക്കുള്ളൂ, ക്യാഷ് എടുക്കില്ല അവിടെ. അപ്പോൾ പേ ചെയ്യണത് കാർഡിൽ നിന്ന് തന്നെ പേ ചെയ്യണം. വിസ കാർഡ് ഉണ്ടെങ്കിൽ പേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇടനിലക്കാരൊക്കെ എടുത്തു തരാനൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ച് പൈസ അവർക്ക് കൊടുക്കേണ്ടി വരും. അതായത് കണാർക്കിൻ്റെ മെയിൻ ഡെമോ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ എന്താണെന്നുള്ളത് ഇവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ചെറിയൊരു ഡെമോ കൊടുത്തേക്കുന്നു. അതിൻ്റെ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു ചെറിയ സ്കെയിലിൽ ഉള്ളൊരു മിനിയേച്ചർ രൂപം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, എവിടെയൊക്കെ എങ്ങനെ ഏതൊക്കെയാണ് ബിൽഡിങ്ങുകൾ എന്നൊക്കെ നമുക്ക് ആ ഫ്രണ്ടിലൊരു ആ മിനിയേച്ചറിലൊക്കെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അത് ആ ടിക്കറ്റ് പാസ് എടുത്ത് നല്ല ചെക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ ബാഗ് സ്കാൻ ചെയ്യും, മറ്റേ എയർപോർട്ട് രീതിയിലുള്ള പുരാതന സ്ഥലമായതുകൊണ്ട് അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അകത്ത് കയറി. അകത്തേക്ക് നമുക്കിങ്ങനെ നടന്ന് കയറാം. ഇതൊക്കെ പഴയ മറ്റേ സ്നിപ്സ് ക്ഷേത്രങ്ങൾ, അവരൊരു പഴയ ഒരു കലാസൃഷ്ടികൾ, ഇതെല്ലാം എത്ര ഒറ്റക്കല്ലിലുള്ള തൂണുകളുണ്ട്. ഭീമാകാരങ്ങളായിട്ടുള്ള ഒരുപാട് ഡോമുകൾ, ഇതൊക്കെ എങ്ങനെയൊക്കെ പണിതെന്നുള്ളതൊക്കെ അതിശയമാണ് ശരിക്കും കാണാനുണ്ട്. കണ്ട് നമ്മിങ്ങനെ കടലൊക്കെ കണ്ട് നിൽക്കണ പോലെ എത്ര കണ്ടു കഴിഞ്ഞാലും മതി വരില്ല, അത്രയും നല്ല വ്യൂസാണ്. ഇതൊക്കെ ഒരുപാട് ഒറ്റ സ്റ്റോണിലുള്ള കല്ലുകളും കാര്യങ്ങളുണ്ട്, ഫില്ലറുകളൊക്കെ ഉണ്ടോ. ഇതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ തകർന്ന് പോയതൊക്കെ ഉണ്ട്. എന്നാലും ബാക്കിയുള്ള ഇപ്പം നിലവിലുള്ളതെല്ലാം കൃത്യമായിട്ട് നല്ല രീതിയിലൊക്കെ സൂക്ഷിച്ചിട്ടൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ വിദേശികളുണ്ട്. ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെ ചെല്ലുമ്പോഴും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊന്ന് കണക്കിന് ഫോട്ടോകളൊക്കെ എടുക്കാൻ പറ്റുന്നത്, കാരണം നിറച്ച ആൾക്കാരുണ്ട്, ഒരുപാട് വിദേശികളുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഏരിയ വലുതായതുകൊണ്ട് ആ തിരക്ക് കാണില്ല. പക്ഷെ നമ്മൾ എൻട്രൻസിൽ ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ നമുക്ക് ആ ആൾക്കാരാണ് കൂടുതൽ തോന്നുള്ളൂ. ഇതിൽ വിശാലമായ സ്ഥലമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു കൺജസ്റ്റഡ് ആയിട്ട് തോന്നല്ല. ആൾക്കാരൊക്കെ ഉണ്ട്, തിരക്കുണ്ടെങ്കിൽ അത് തോന്നല്ല അല്ലേ, കാരണം ഇത്ര ഏരിയ ഉള്ളതുകൊണ്ട്. ഇതിനെല്ലാം ഹിസ്റ്ററികളുണ്ട്. ഓരോരുത്തർ ഇതിൻ്റെ പൂജ നടന്നിരുന്ന സ്ഥലം, അങ്ങനെ 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 എല്ലാത്തിനും അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എവിടെയാണ് ഓരോ ദൈവങ്ങളെയൊക്കെ പ്രതിഷ്ഠിച്ചിരുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വിസ്മയമാണ് കേട്ടോ ശരിക്കും ഇത് ലെക്സോർ. നല്ല പ്രകൃതി ഭംഗിയും പഴയൊരു കലാസൃഷ്ടിയും നല്ല കാലാവസ്ഥ. അങ്ങനെ ചൂടാണെങ്കിൽ ഭയങ്കര ചൂടാണ്. ഇപ്പം നല്ലൊരു ക്ലൈമറ്റ് 12 ഡിഗ്രി ഒക്കെ ഉള്ളതുകൊണ്ടാണ് നല്ല ക്ലൈമറ്റ് തോന്നല്ല. ഇത് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ആൾക്കാർ നമ്മുടെ അടുത്ത് മോനുമെൻ്റ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് സുവനീർ അവിടുത്തെ അതിപ്പോൾ ഒരു 5 ഇരട്ടി 10 ഇരട്ടി വിലയൊക്കെയാണ് ആദ്യം പറയുക. അപ്പോൾ നമ്മൊന്ന് പേശി ബാർഗെയിൻ ചെയ്ത് മേടിക്കുകയാണെങ്കിൽ അവരാദ്യം പറഞ്ഞതിൻ്റെ ഒരു പകുതി ഒന്നല്ലെന്നാണ്. ആദ്യം ഇപ്പോൾ ഒരു 100 പറഞ്ഞു കഴിഞ്ഞാൽ 10 കിട്ടും. അങ്ങനത്തെ ഒക്കെ ആണ് കടകൾ.
നമ്മൾ വിദേശികളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവരൊരു 10 ഇരട്ടി കൂട്ടിയൊക്കെ പറയുള്ളൂ. അപ്പോൾ നമ്മളും അതനുസരിച്ചിട്ട് വില പേശാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല വിലക്കുറവിന് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ആർക്കെങ്കിലും ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ കുറേ ചെറിയ വിലക്ക് നല്ല സുവനീർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത്യാവശ്യം. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെതാ ഇവിടെ ഫുഡ് കോർട്ടുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ എല്ലാം സോനിയർ ഷോപ്പുകൾ തന്നെ. ഇപ്പോൾ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനായിട്ട് പുറകിൽ നിന്ന് മാറില്ല മേടിക്കാണ്ട്. പിന്നെ ഇപ്പോൾ ഇതുപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം പുറത്ത് നമുക്കൊരു 5 ഈജിപ്ഷ്യൻ പൗണ്ടിന് കിട്ടുന്ന വെള്ളത്തിനൊക്കെ ഇവിടെ ഒരു 20-25 പൗണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. 5 ഇരട്ടി 6 ഇരട്ടി വില ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക്, കാരണം നമ്മൾ 5 പൗണ്ടിനൊക്കെ മേടിക്കുന്ന വെള്ളം ഇവിടെ ഒരു 25 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു മേടിക്കാനൊരു മടിയാവും. ഇവരെന്തിനാ എത്ര കൊള്ള ലാഭം കൊടുക്കണമെന്നൊക്കെ. അപ്പോൾ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ എല്ലാത്തിനും വില കൂടും. അപ്പോൾ അങ്ങനത്തെ അത്യാവശ്യം നമുക്ക് കൈ കരുതാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കരുതുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലക്സോറിലെ മറ്റൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ് വാലി ഓഫ് കിങ്സിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കുക. സെയിം തന്നെയാണ്, ഏകദേശം ഒരു $12 വെച്ചിട്ട് വരുന്നുണ്ട്. ഇവിടെ 8 വയസ്സുള്ള കുട്ടിക്ക് വേറെ പൈസ കൊടുക്കണം. 8 വയസ്സുള്ള കുട്ടിക്ക് 6 വയസ്സ് പറഞ്ഞ് കയറിയത്. അപ്പോൾ അതുകൊണ്ട് പകുതി ടിക്കറ്റ് എടുക്കണ്ടെന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു $12 വെച്ച് ആവേണ്ട ഒരാൾക്ക്. പിന്നെ ഈ വണ്ടിക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു ചെറിയ എമൗണ്ട് ഉള്ളൂ, 20 ഈജിപ്ഷ്യൻ പൗണ്ട് അങ്ങനെയൊക്കെ വെച്ച് വരണുള്ളൂ. ഇവരൊക്കെ ടിപ്പൊക്കെ ചോദിച്ച് മേടിക്കും. ഇപ്പോൾ ടിപ്പ് ചോദിക്കുന്നുള്ളതിന് ഉറപ്പായിരുന്നു. കാരണം ഇളയാനെ ചെറിയ കുട്ടീനെ കയറ്റി അവരപ്പം തന്നെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി വണ്ടി ഓടിച്ച് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ വിചാരിക്കുന്നത് അവനാണ് ഓടിച്ച് പോകണമെന്നാണ്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് അവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ എന്തെങ്കിലും ചോദിക്കും. പക്ഷേ ടിപ്പെന്ന് പറയാനൊന്നുമില്ല. 10 ഈജിപ്ഷ്യൻ പൗണ്ടൊക്കെ വാങ്ങണുള്ളൂ. 10 ഈജിപ്ഷ്യൻ പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. അത്ര ചെറിയ പൈസയൊക്കെ മതി അവർക്ക്. പിന്നെ ഈ ഒരുപാട് ആൾക്കാർ ഇതുപോലെ വരണുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കും. വാലി ഓഫ് കിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് എടുക്കണമെങ്കിലും കാർഡ് തന്നെ വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ 1 തുടങ്ങി 16 ശവകുടീരങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിനും കയറാനായിട്ട് 3 കയറാൻ വേറെ എത്ര പൈസ, ഇത്രെണ്ണത്തിന് കയറാൻ വേറെ. അതായത് നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൽ ഇത്ര എണ്ണം ഉൾപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ കയറണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കയറണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞിട്ട് അതിന് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ എക്സ്ട്രാ പൈസ കൊടുക്കണം അതിൻ്റെ അകത്ത്. അപ്പോൾ ടിക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഈ ശവകുടീരങ്ങളെയും പുറത്തുള്ള സെക്യൂരിറ്റിക്കാർക്ക് അറിയാം ഇതിൽ ഏതൊക്കെ എൻട്രി ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് അവർ നമ്മളകത്തേക്ക് കയറ്റുള്ളൂ. നമുക്ക് വാലിഡുള്ള പാസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് കയറ്റണുള്ളൂ. പിന്നെ അകത്ത് പഴയ ചിത്രകലകൾ, നാച്ചുറൽ കളറുകൾ വെച്ചിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള കുറേ പെയിൻറ്റിങ്സ് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കൊത്തി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവരുപയോഗിച്ചിരുന്ന മമ്മീസ്, ഇവരുപയോഗിച്ചിരുന്ന ഓർണമെൻറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നതെല്ലാം മ്യൂസിയങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആ പ്ലേസ് ഇങ്ങനെ കാണാതെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഇതിൻ്റെ ചുമരുകൾ, ഇതിൻ്റെ അതായത് അന്നത്തെ കാലത്ത് ഇവർ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രകലകൾ, പെയിൻറ്റിങ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട്. ഇപ്പോൾ ഈ സ്റ്റെപ്പുകളെല്ലാം ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയേക്കണതാണ് യാത്രക്കാർക്ക് കയറാൻ ഇറങ്ങാനുള്ള സൗകര്യത്തിന്. നമ്മൾ ഇതിൻ്റെ കല്ലറകളെല്ലാം ഒരുപാട് അടിയിലാണ്, ഈ കുന്നിൻ്റെ അടിഭാഗത്താണ് ഉള്ളിലേക്ക് കയറുന്ന ഒരുപാട്. അവിടെ ചെല്ലുമ്പോഴാണ് ഇതൊക്കെ കാണാൻ പറ്റുക. ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, ഓർണമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം മ്യൂസിയങ്ങളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവരെ മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറേ. പിന്നെ കുറേയൊക്കെ അവിടുത്തെ പഴയ ഭരണകാര്യങ്ങൾ എന്നൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. കാരണം മറ്റേ ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാരൊക്കെ ഈജിപ്തിൽ ഉണ്ടായിരുന്നല്ലോ.
ആ കാലഘട്ടത്തിൽ നഷ്ടപ്പെടാത്ത കാര്യങ്ങളെല്ലാം ഇവർ മ്യൂസിയങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് മ്യൂസിയത്തിൽ ചെല്ലുമ്പോഴും കാണാം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെയും കൊത്തി വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ അവിടുത്തെ ഓരോ ശവക്കല്ലറകളാണ്. ഏറ്റവും താഴ്ത്തിറങ്ങണം. ചില ഏരിയക്ക് ഇതുപോലെ ഗ്രില്ല് കെട്ടി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. പക്ഷേ ആ റൂം നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ കാണാം, അടിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അന്നത്തെ ലഞ്ചാണെന്ന് പറയാൻ പറ്റില്ല, ലഞ്ചിൻ്റെ ടൈം കഴിഞ്ഞ്. അപ്പോൾ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാനെത്തി. നല്ലൊരു ഹോട്ടൽ തന്നെയാണ് കിട്ടിയത്. നല്ല ഫുഡായിരുന്നു, ടേസ്റ്റി ഫുഡാണ്. സാലഡ് തന്നെ നല്ല വെറൈറ്റി സാലഡ്, ഒരു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഹമ്മൂസ്, ഈജിപ്ഷ്യൻ്റെ അറബിക്സിൻ്റെ ട്രഡീഷണൽ ഫുഡുകൾ, സാലഡ്, ഹമ്മൂസ്, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ അൽഫാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ മെയിൻ ഫുഡ് വന്നു നമ്മുടെ. ഇത് റൈസും സേമിയം മിക്സ് ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വെറുതെ തിന്നാൻ തന്നെ രസമാണ്. പിന്നെ ചിക്കൻ കബാബ്, ചിക്കൻ ഗ്രിൽഡ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് മേടിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നൈറ്റ് വ്യൂവിലേക്ക് നമ്മൾ പോയിട്ട്, നമ്മളപ്പോൾ സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ എന്തോ കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുതിരസവാരി നടന്നേനെ. കുതിരസവാരി എന്ന് പറയണത് ലക്സോർ കണാർക്ക് ഓപ്പോസിറ്റ് ഉള്ള 2 ടെമ്പിൾസാണ്. അതായത് കണാർക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ലക്സോർ ഉള്ളത്. ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണെങ്കിലും ഇതിൻ്റെ ഫേസ് രണ്ട് അമ്പലങ്ങളുടെ ഫേസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. അതിലൂടെ കുതിരയിലാണ് ഞങ്ങൾ പോയത്. പഴയ ഹിന്ദി സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, ഡയറക്റ്റ് കണ്ടത് ഇവിടെ വെച്ചിട്ടാണ്. അങ്ങനത്തെ ഒരു നല്ല രസമുള്ള കുതിരവണ്ടിക്ക് പോയി. ഏകദേശം ഒരു $4 ആയിട്ടുള്ളൂ ഞങ്ങൾക്ക് പോകാനായിട്ട്. ടെമ്പിള് കണാർക്ക് നിന്ന് ലക്സോർ വരെ ഉള്ള വ്യൂ ഒക്കെ കണ്ടിട്ട് സിറ്റി മൊത്തം റൗണ്ട് അടിച്ചിട്ടൊരു നല്ല ട്രിപ്പ്.